الذي خلق فسوى والذي قدر فهدى نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أيها الناس اتقوا الله عباد الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم أولا يرون أنهم يفتنون في كل عام مرة أو مرتين ثم لا يتوبون ولا هم يذكرون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ബഹുമാനരായ സത്യവിശ്വാസികളെ, സർവശക്തനും സർവലോക നിയന്താവുമായ റബ്ബ് സുബ്ഹാനഹു തആലയുടെ ആജ്ഞകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിതം നയിക്കണമെന്ന് സ്വന്തത്തെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹുവിൻ്റെ ഖുർആനും തിരുദൂതരുടെ സുന്നത്തും പഠിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്ത് റബ്ബിന് ഇഷ്ടപ്പെട്ടവരായി ജീവിച്ച് ഫിർദൗസിൽ ഒരുമിച്ചുകൂടാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിദാരുണമായ ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ സകല മനുഷ്യരുടെയും മനസ്സുകൾ ദുഃഖത്തിലും ഭയത്തിലും കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ ജുമുഅയിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. വയനാടിൻ്റെ താഴ്വാരങ്ങളിൽ വസിച്ചിരുന്ന നൂറുകണക്കിന് വീടുകൾ ഒരു ശേഷിപ്പുമില്ലാതെ ഒലിച്ചു പോവുകയും 300-ലേറെ വരുന്ന മയ്യത്തുകൾ കണ്ടെടുക്കപ്പെടുകയും ഇനി ആരൊക്കെ മണ്ണിനടിയിലുണ്ട് എന്നത് തിരിച്ചറിയാൻ സാധ്യമാകാത്ത അതിദാരുണമായ ഒരു സന്ദർഭം. മരണപ്പെട്ട വിശ്വാസികളായ സഹോദരങ്ങൾക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുരിതങ്ങൾ അനുഭവിച്ച് ദുരിതങ്ങൾ സഹിച്ച് ജീവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അല്ലാഹു അവരുടെ പ്രയാസങ്ങൾ നീക്കി സന്തോഷകരമായ അവസ്ഥ റബ്ബ് തിരിച്ചു നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ സന്ദർഭത്തിൽ നമുക്കേവർക്കും പഠിക്കാൻ, മനസ്സിലാക്കാൻ പരിശുദ്ധ ഇസ്ലാം നമ്മുടെ മുമ്പിൽ സമർപ്പിക്കുന്ന ചില പാഠങ്ങളുണ്ട്. സത്യവിശ്വാസികളോട് വിശുദ്ധ ഖുർആൻ സൂറത്തു തൗബയിലെ 126-ാമത്തെ ആയത്തിലൂടെ ചോദിക്കുന്നൊരു ചോദ്യം, അതാണ് ഞാൻ തുടക്കത്തിലൂടെ പാരായണം ചെയ്തിട്ടുള്ളത്. അവലാ യറൗന അന്നഹും യുഫ്തനൂന ഫീ കുല്ലി ആമിൻ മറത്തൻ ഔ മറത്തൈൻ. അവർ കാണുന്നില്ലേ എല്ലാ വർഷവും ഒരു തവണയോ അല്ലെങ്കിൽ 2 തവണയോ അവർ പരീക്ഷണത്തിന് വിധേയരായിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളത്. നമുക്കറിയാം, പ്രളയം വന്നു, നിപ്പ വന്നു, കോവിഡ് വന്നു, വീണ്ടും പ്രളയം വന്നു, ഒന്നിനു പിറകെ ഒന്നായി നമ്മുടെ മുമ്പിൽ പരീക്ഷണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു തവണയോ അല്ലെങ്കിൽ 2 തവണയോ ഓരോ വർഷവും നിങ്ങളിലേക്ക് പരീക്ഷണങ്ങൾ ഇറക്കുമെന്ന് അള്ളാഹു പഠിപ്പിച്ച ഈ വചനത്തിന്റെ അവസാനം സുമ്മ ലാ യതൂബൂന വലാ ഹും യദ്ദക്കറൂൻ. പക്ഷേ എന്നിട്ടും അവർ തൗബ ചെയ്യുന്നില്ല, അവർ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്നില്ല, ചിന്തിക്കുന്നില്ല എന്നാണ് പടച്ച തമ്പുരാൻ പഠിപ്പിക്കുന്നത്. പ്രകൃതി ദുരന്തങ്ങൾ വരുമ്പോൾ മനുഷ്യരിൽ 2 തരത്തിലുള്ള സമീപനങ്ങളാണ് സാധാരണ ഉണ്ടാകാറുള്ളത്. ഒന്ന്, സത്യനിഷേധികളായ ആളുകൾ അതിനെ പരിഹാസത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തും.
മണ്ണിനടിയിൽ കിടന്ന് കൈകൾ നീട്ടി വാവിട്ട് കരഞ്ഞവർ ദൈവത്തെ വിളിച്ചപ്പോ നിങ്ങളെ സഹായിക്കേണ്ടുന്ന ദൈവം എവിടെ പോയി എന്ന് അഹങ്കാരത്തോടുകൂടി ചോദിക്കുന്ന നിരീശ്വരവാദികളും നിർമ്മതവാദികളായ ആളുകൾ. അള്ളാഹു അത്തരം പിഴച്ച ചിന്തകളിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആരാണ് റബ്ബ് എന്നതോ ജീവിതം എന്ത് എന്നതോ തിരിച്ചറിയാൻ സാധിക്കാത്ത, അതിനുള്ള ബുദ്ധിയില്ലാത്തത് കൊണ്ടാണ് അത്തരം ഘട്ടങ്ങളിൽ ആ വിധത്തിലുള്ള നിരർത്ഥകമായ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. പ്രകൃതി ദുരന്തങ്ങളെ സംബന്ധിച്ച്, ലോകത്ത് പടച്ചതമ്പുരാൻ ഏർപ്പെടുത്തിയ സംവിധാനങ്ങളെ സംബന്ധിച്ച് നിരവധി വചനങ്ങളിലൂടെ ലോകത്തിന്റെ സൃഷ്ടാവായ തമ്പുരാൻ പഠിപ്പിച്ചു തരുന്നുണ്ട്. വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനു വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ് വലാകിൻ കദ്ദബു ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ. ഒരു നാട്ടുകാരായ ആളുകളെ കുറിച്ച് അല്ലാഹു പറയാണ്, അവര് വിശ്വസിക്കുകയും തഖ്വ മുറുകെ പിടിക്കുകയും ചെയ്തിരുന്നെങ്കിൽ വാനലോകത്തു നിന്നും ഭൂമിയിൽ നിന്നും അനുഗ്രഹങ്ങൾ നാം നൽകുമായിരുന്നു. പക്ഷേ മനുഷ്യന്റെ അവസ്ഥ, മനുഷ്യൻ നിഷേധിയായി ജീവിക്കും. അതുകൊണ്ട് ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ, മനുഷ്യന്റെ കർമ്മങ്ങളുടെ ഫലമായി നാം അവനെ പിടികൂടുകയും ചെയ്യും എന്നുള്ളതാണ്. ഇത് പറയുമ്പോൾ പലരും ദുർവ്യാഖ്യാനം ചെയ്യും. ആ പാവങ്ങൾക്ക് എന്തറിയാം, അവരെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ, അതുകൊണ്ടാണോ ഇങ്ങനെ ശിക്ഷ വന്നത് എന്നൊക്കെ. അത് റബ്ബിന് മാത്രം അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷേ ലോകത്ത് പടച്ച തമ്പുരാന്റെ നടപടിക്രമം അല്ലാഹു പഠിപ്പിക്കുകയാണ്. നിങ്ങൾ തഖ്വയിലും സൂക്ഷ്മതയിലും അതുപോലെ തന്നെ വിശ്വാസത്തെ മുറുകെ പിടിച്ചും ജീവിച്ചാൽ എന്റെ അനുഗ്രഹങ്ങൾ ഞാൻ നിങ്ങൾക്ക് തന്നുകൊണ്ടേയിരിക്കും. നിങ്ങളിൽ നിന്ന് നിഷേധങ്ങൾ വന്നാൽ നിങ്ങളുടെ കർമ്മഫലമായി പരീക്ഷണങ്ങൾ നാം നൽകിക്കൊണ്ടേയിരിക്കും. അവിടെ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഈ നിയന്ത്രണങ്ങൾ മുഴുവൻ ആരിലാണ്? വശംസു തജ്രീ ലിമുസ്തഖറിൻ ലഹാ ذلك تقدير العزيز العليم والقمر قدرناه منازل حتى عاد كالأرجون القديم لا الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون. സൂര്യൻ അതിന്റെ സങ്കേതത്തിലേക്ക് ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. വശംസു തജ്രീ ലിമുസ്തഖറിൻ ലഹാ ذلك تقدير العزيز العليم, അത് പ്രതാപശാലിയായ സർവജ്ഞനായ അള്ളാഹുവിന്റെ കഴിവിൽപ്പെട്ടതാണ്. പ്രപഞ്ചഗോളങ്ങൾ കൂട്ടിമുട്ടാതെ ചലിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത്. അതേപ്രകാരം ചന്ദ്രന് ചില പ്രത്യേക കാലഗണനകൾ നിശ്ചയിച്ചു കൊടുത്തു. അത് ഉണങ്ങിയ ഈ തണുപ്പന തണ്ടുപോലെ ചുരുങ്ങിയതായിത്തീരും. സൂര്യന് ചന്ദ്രനെ അതിജയിക്കാനോ രാവിന് പകലിനെ മുൻകടക്കാനോ സാധ്യമല്ല. വകുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ, ഓരോന്നും അവയുടേതായ ഭ്രമണപഥത്തിലൂടെ പ്രയാണം നടത്തുന്നു, നീന്തി തുടിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാണ് അള്ളാഹു വിശദീകരിക്കുന്നത്. അതുമാത്രവുമല്ല, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ വൽ ഫുൽകി അല്ലതി തജ്രി ഫിൽ ബഹ്രി ബിമാ യൻഫഉൻ നാസ് വമാ അൻസലല്ലാഹു മിനസ് സമാഇ മിൻ മാഇൻ വഅഹ്യാ ബിഹിൽ അർദ ബഅദ മൗതിഹാ വബസ്സ ഫീഹാ മിൻ കുല്ലി ദാബ്ബ വതസ്രീഫിർ റിയാഹ് വസ്സഹാബിൽ മുസഖ്ഖരി ബൈനസ് സമാഇ വൽ അർദ് ലആയാതിൻ ലിഖൗമി യഅഖിലൂൻ. ഏഴോളം ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു എടുത്തു പറയാണ്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ്, ആരാണ് ഇതിനെങ്ങനെ സംവിധാനിച്ചത്, രാവും പകലും മാറി മാറി വരുന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത്. അതേപ്രകാരം തന്നെ ജലോപരിതലത്തിലൂടെ ചലിക്കുന്ന ടൺകണക്കിന് ഭാരങ്ങളുമായി നീങ്ങുന്ന, വെള്ളത്തിൽ താഴാതെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കപ്പൽ, ആരാണ് അവയെ നിയന്ത്രിക്കുന്നത്? വാനലോകത്ത് നിന്ന് താഴോട്ട് വർഷിക്കുന്ന മഴ, അത് സ്വീകരിച്ച് പൊട്ടിമുളച്ച് വളരുന്ന സസ്യലതാദികൾ, അത് ഭക്ഷിച്ച് ജീവിക്കുന്ന ജന്തുജാലങ്ങൾ, ആകാശഭൂമികൾക്കിടയിൽ നിയന്ത്രിതമായി ചലിച്ചുകൊണ്ടിരിക്കുന്ന കാറ്റുകൾ, മേഘങ്ങൾ എന്നിങ്ങനെ ഏഴോളം ദൃഷ്ടാന്തങ്ങൾ എടുത്തു പറഞ്ഞ് ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതിലൊക്കെ പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട് എന്നാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. മനുഷ്യൻ ശാസ്ത്രത്തിന്റെ കഴിവ് പറയുമ്പോഴും മനുഷ്യൻ അഹങ്കരിക്കുമ്പോഴും ഈ പ്രകൃതിയിൽ വരാനിരിക്കുന്ന ഒരു ദുരന്തത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നടത്താനോ മാറി താമസിച്ചുകൊള്ളൂ എന്ന് പറയാനോ ഇന്നേ വരെ മനുഷ്യന് സാധ്യമായിട്ടില്ല. ലോകത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളും ഭൂകമ്പങ്ങൾ വന്നപ്പോ മണ്ണിനടിയിലായിപ്പോയി എന്നുള്ളതല്ലാതെ മുന്നറിയിപ്പ് നൽകാൻ സാധ്യമായി തീർന്നിട്ടില്ല. പ്രപഞ്ചത്തെ സംബന്ധിച്ചിടത്തോളം, അതിന്റെ ചലനത്തെ സംബന്ധിച്ചിടത്തോളം, പ്രകൃതി ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ ദുർബലനാണ് എന്നതാണ് അനുഭവ പാഠങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് ഈ പ്രകൃതിയിൽ ജീവിക്കുന്ന, ഇത്തരം സംഭവങ്ങളൊക്കെ കാണുന്ന, അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾ
വിശ്വാസികളോട് അള്ളാഹു ചില കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ്. ഒന്ന്, നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ റബ്ബ് തന്ന അനുഗ്രഹങ്ങളെ വിസ്മരിച്ച് കളയരുത്. വഇദ് തഅദ്ദന റബ്ബുകും ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇൻ അദാബി ലശദീദ്. നിങ്ങളുടെ സൃഷ്ടിപ്പിന്റെ ഒരു പ്രത്യേകത നല്ലതും ചീത്തയും തെരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്നതാണ്. പക്ഷേ നിങ്ങൾ ശുക്ർ ചെയ്താൽ, അള്ളാഹു കൽപ്പിച്ച പ്രകാരം ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയാൽ തീർച്ചയായും നാം നിങ്ങൾക്ക് അധികം തരും. നിങ്ങൾ നിഷേധികളായി ജീവിച്ചാൽ മനസ്സിലാക്കിക്കൊള്ളുക, ഇന്ന അദാബി ലശദീദ്, തീർച്ചയായും എന്റെ ശിക്ഷ അതികഠിനമായിരിക്കും. സൂറത്തുൻ നിസാ 4-ാമത്തെ അധ്യായം 147-ാമത്തെ ആയത്തിലൂടെ വീണ്ടും അള്ളാഹു പഠിപ്പിക്കുന്നു, മാ യഫ്അലുല്ലാഹു ബിഅദാബികും ഇൻ ശകർതും വആമൻതും. നിങ്ങൾ നന്ദിയുള്ളവരും നിങ്ങൾ വിശ്വാസികളുമായിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളെ ശിക്ഷിക്കേണ്ടുന്ന എന്താവശ്യമാണ് റബ്ബിനുള്ളത്? പടച്ചവൻ ഒരിക്കലും കാരുണ്യമില്ലാത്തല്ല. റബ്ബ് ഒരിക്കലും മനുഷ്യനോട് അക്രമം കാണിക്കുന്നവനല്ല. അതുകൊണ്ട് നല്ലവരായി നിങ്ങൾ ജീവിച്ചാൽ, നിങ്ങൾ വിശ്വാസത്തെ മുറുകെ പിടിച്ചാൽ പിന്നെ നിങ്ങളെ ശിക്ഷിക്കേണ്ടുന്ന എന്താവശ്യമാണ് റബ്ബിനുള്ളത്? പടച്ചതമ്പുരാൻ നിങ്ങളിലേക്ക് പരീക്ഷണങ്ങൾ ഇറക്കുന്നത് നിങ്ങളുടെ കർമ്മത്തിന്റെ ഫലമായിരിക്കുമെന്നർത്ഥം. അതുകൊണ്ട് എന്ത് ചെയ്യണം? തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കണം. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിൻ നാസ്. സൂറത്തുർ റൂം 41-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്, മനുഷ്യ കരങ്ങളുടെ പ്രവർത്തന ഫലമായിട്ടാണ് കടലിലും കരയിലും കുഴപ്പങ്ങൾ വ്യാപിച്ചിട്ടുള്ളത്. ലിയുദീഖഹും ബഅല്ലദി അമിലു ലഅല്ലഹും യർജിഊൻ. എന്തിനു വേണ്ടി? അവർ പ്രവർത്തിച്ച ചില കാര്യങ്ങൾ അവരെ ആസ്വദിപ്പിക്കാൻ വേണ്ടി, അവരെ രുചിപ്പിക്കാൻ വേണ്ടിയാണ്. അവർ പിന്തിരിഞ്ഞിരുന്നെങ്കിൽ, അഥവാ ഭൂമിയിലെ മുഴുവൻ കുഴപ്പത്തിന്റെയും കാരണം ആരാണ്? അത് മനുഷ്യന്റെ കരങ്ങളുടെ പ്രവർത്തനമാണ്. എല്ലാ അർത്ഥത്തിലും, എല്ലാ നിലക്കും, എവിടെയൊക്കെ തിന്മയുണ്ടോ, എവിടെയൊക്കെ കുഴപ്പമുണ്ടോ, എവിടെയൊക്കെ ഫസാദുണ്ടോ, അതിന്റെയൊക്കെ കാരണം മനുഷ്യനാണ് എന്നാണ് അല്ലാഹു പഠിപ്പിക്കുന്നത്. അബുൽ ആലിയ റഹിമഹുല്ല ഈ ആയത്തിനെ വിശദീകരിച്ചത് തഫ്സീർ ഇബ്നു കസീറിൽ നമുക്ക് കാണാം. മൻ അസല്ലാഹ ഫിൽ അർളി ഫഖദ് അഫ്സദ ഫിൽ അർള്. ഇവിടെ ഫസാദ് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? മൻ അസല്ലാഹ ഫിൽ അർളി ഫഖദ് അഫ്സദ ഫിൽ അർള്. അല്ലാഹുവിനോട് ആര് അനുസരണക്കേട് കാണിച്ചിരിക്കുന്നുവോ അവനാണ് ഈ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കിയവൻ. ലിഅന്ന സ്വലാഹൽ അർളി വസ്സമാഇ ബിത്താഅ. കാരണം ആകാശങ്ങളുടെയും ഭൂമിയുടെയും സ്വലാഹ്, അതിന്റെ നന്മ എന്നത് അത് ബിത്താഅ, അള്ളാഹുവിലുള്ള അനുസരണത്തിലൂടെയാണ്. റബ്ബിനുള്ള അനുസരണത്തിന് വിധേയമല്ലാത്ത എന്തുണ്ടോ അതൊക്കെയും ഫസാദിലേക്ക് നയിക്കും. ആ ഫസാദാണ് മനുഷ്യന്റെ കരങ്ങൾ പ്രവർത്തിച്ചുണ്ടാക്കുന്ന ആ ഫസാദാണ് ഭൂമിയിലെ എല്ലാ കുഴപ്പത്തിന്റെയും കാരണം. വ്യാപകമായ അർത്ഥത്തിൽ നോക്കുമ്പോൾ വിശ്വാസരംഗത്തുള്ളത് നമുക്കറിയാം. അതേപോലെ തന്നെ പ്രകൃതിയുമായി ബന്ധപ്പെട്ട് മനുഷ്യൻ നടത്തുന്ന കൈകടത്തലുകൾ, നേരത്തെ മുമ്പുള്ള ഖുതുബയിൽ നാം സൂചിപ്പിച്ചു. മാലിന്യവുമായി ബന്ധപ്പെട്ടിടത്ത് പ്രകൃതിയിലെ മാലിന്യത്തെ നിർമ്മാർജ്ജനം ചെയ്യാൻ അള്ളാഹു ഏർപ്പെടുത്തിയ സംവിധാനങ്ങളുണ്ട്. പക്ഷെ ഇവിടെ മാലിന്യം കുന്നുകൂടുന്നതിന് കാരണം മനുഷ്യന്റെ കരങ്ങളുടെ പ്രവർത്തന ഫലമാണ്. സുന്ദരമായി സംവിധാനിക്കപ്പെട്ട പ്രകൃതിയിൽ മാറ്റങ്ങൾ വരുത്തുന്നത് മനുഷ്യന്റെ അഹങ്കാരവും മനുഷ്യന്റെ ആർത്തിയുമാണ്. അതിനേത് നിയമത്തെയും മറികടക്കാൻ മനുഷ്യന്റെ അടുക്കൽ പഴുതുകളുണ്ട്. അതുകൊണ്ട് വിശ്വാസികളോട് അള്ളാഹു പഠിപ്പിക്കുന്ന ചില പാഠങ്ങൾ റബ്ബ് ആവശ്യപ്പെടുന്നു. ഈ ചരിത്രത്തിലേക്ക്, ലോകത്തിന്റെ ഇന്നേ വരെയുള്ള ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ വേണ്ടി. ഒരുപാട് സമൂഹങ്ങളിൽ അള്ളാഹുവിന്റെ ശിക്ഷകൾ വന്നിട്ടുണ്ട്. അതിദ്രുതഗതിയിൽ അവർ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ശിക്ഷകൾ വന്നിട്ടുണ്ട്. അവർ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ ശിക്ഷകൾ വന്നിട്ടുണ്ട്. ആ വന്നിരിക്കുന്ന ശിക്ഷകളുടെ ചരിത്രം പ്രത്യേകിച്ച് സൂറത്ത് ഹൂദിലൂടെ അള്ളാഹു വിശ്വാസികളുടെ മുമ്പിൽ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ സ്വീകരിക്കേണ്ടുന്ന ചില സമീപനങ്ങൾ പരിശുദ്ധ മതം നമ്മളുടെ മുമ്പിൽ പഠിപ്പിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായി അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് പ്രകൃതി നിയമങ്ങൾക്ക് വിധേയമായി ജീവിക്കുക എന്നതാണ്. അതോടൊപ്പം പരസ്പരമുള്ള ബന്ധങ്ങളിലും പരസ്പരമുള്ള ബാധ്യതകളിലും കാത്തു സൂക്ഷിക്കേണ്ടുന്ന കാര്യങ്ങൾ
സൂക്ഷിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം, ആദരിക്കപ്പെടേണ്ടുന്ന ആളുകൾ, മാതാപിതാക്കളോടുള്ള അവഗണന, മാതാപിതാക്കളോടുള്ള ക്രൂരമായ സമീപനം അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് വിധേയമായി തീരും, റബ്ബിന്റെ കോപമിറങ്ങാൻ കാരണമാകും. ഈ ലോകം മനുഷ്യൻ ഇത്രയൊക്കെ തിന്മകൾ ചെയ്തുകൊണ്ടേയിരുന്നിട്ടും എന്തുകൊണ്ടായി ഇങ്ങനെ നിലനിൽക്കുന്നത്? ഒരറബി കവി പാടിയിട്ടുണ്ട്, ലൗലാ ശുയൂഖുൽ ലില്ലാഹി റുക്കഉ വസിബിയതും മിനൽ യതമാ റുല്ലഉ വമുഹ്മലാതുൻ ഫിൽ ഫലാത്തി റുത്തഉ ലസുബ്ബ അലൈകുമുൽ അദാബുൽ ഔജഉ. ലൗലാ ശുയൂഖുൽ ലില്ലാഹി റുക്കഉ, റബ്ബിനു വേണ്ടി, ഇലാഹായ റബ്ബിനു വേണ്ടി റുക്കൂയിൽ കിടക്കുന്ന വൃദ്ധരായ ആളുകളില്ലായിരുന്നെങ്കിൽ, അവരെക്കുറിച്ച് ഓർത്തിട്ടല്ലായിരുന്നെങ്കിൽ എന്നോ നിങ്ങളുടെ മേൽ അള്ളാഹുവിന്റെ ശിക്ഷ വന്നിരുന്നു. അതേപോലെ വസിബിയതും മിനൽ യതമാ റുല്ലഉ, അനാഥരായ പിഞ്ചു പൈതങ്ങൾ, മാതാക്കളുടെ മാറിടത്തിൽ കിടന്ന് മുലകുടിക്കുന്ന പിഞ്ചു പൈതങ്ങളുണ്ടല്ലോ, അവരെക്കുറിച്ച് ഓർത്തിട്ടല്ലായിരുന്നെങ്കിൽ അള്ളാഹു എന്നോ നിങ്ങളെ ശിക്ഷ കൊണ്ട് നശിപ്പിച്ചുമായിരുന്നു. മരുഭൂമിയിലൂടെ മേഞ്ഞു നടക്കുന്ന പാവം ഒട്ടകങ്ങളുണ്ടല്ലോ, ആ ഒട്ടകങ്ങളെ കുറിച്ച് ഓർത്തിട്ടല്ലായിരുന്നെങ്കിൽ കഠോരമായ റബ്ബിന്റെ ശിക്ഷ എന്നോ നിങ്ങളെ ബാധിക്കുമായിരുന്നു. സമൂഹത്തിലെ പടച്ചോനെ പേടിച്ച് ജീവിക്കുന്ന വൃദ്ധരായ ആളുകൾ, അവരോടുള്ള കാരുണ്യം കൊണ്ടാണ് ഈ ഭൂമി അല്ലാഹു നിലനിർത്തുന്നത്. അതുകൊണ്ട് വാർദ്ധക്യത്തെ പരിഗണിക്കുക, വൃദ്ധരായ മാതാപിതാക്കളെ പരിഗണിക്കുക, പിഞ്ചു കുട്ടികളോട് കരുണ കാണിക്കുക, സഹജീവികളായ ജന്തുജാലങ്ങളോട് കരുണ കാണിക്കുക. ഇവരൊക്കെ ഉള്ളത് കൊണ്ടാ ഈ ഭൂമി നശിപ്പിക്കപ്പെടാതെ നിലനിൽക്കുന്നത് എന്നതാണ് ഈ കവിവാക്യം സൂചിപ്പിക്കുന്നത്. ദുരന്തങ്ങൾ വരുമ്പോ അല്ലാഹു പഠിപ്പിക്കുന്നത്, നിങ്ങൾക്കധികം നേരം കിട്ടൂല, ഒരുങ്ങാൻ സമയം കിട്ടൂല, മാറി നിൽക്കാൻ സമയം കിട്ടില്ല. സൂറത്തു അഅറാഫ് 97-98 ആയത്തുകളിലൂടെ അല്ലാഹു വ്യക്തമാക്കുന്നത് ഇപ്രകാരമാണ്: അഫ അമിന അഹ്ലുൽ ഖുറാ അൻ യഅതിയഹും ബഅസുനാ ബയാതൻ വഹും നായിമൂൻ. രാത്രി ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നമ്മുടെ ശിക്ഷ വന്നാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ആ നാട്ടുകാർക്ക് സാധിക്കുമോ? ഉറങ്ങിക്കിടക്കുന്ന സമയത്താകും അല്ലാഹുവിന്റെ പരീക്ഷണം വരിക, രക്ഷപ്പെടാൻ കഴിയില്ല. കണ്ണുകൊണ്ട് കണ്ടല്ലോ നമ്മള്. വീണ്ടും റബ്ബിന്റെ ചോദ്യം, അഫ അമിന അഹ്ലുൽ ഖുറാ അൻ യഅതിയഹും ബഅസുനാ ളുഹൻ വഹും യൽഅബൂൻ. ആ ആളുകള് ഉച്ചനേരം വിനോദങ്ങളിൽ, കളികളിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ശിക്ഷ വരിക. ആ സമയത്ത് വന്നാൽ ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്ക് സാധിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഉറങ്ങുമ്പോഴാകും, ഉണ്ണുമ്പോഴാകും, കിടക്കുമ്പോഴാകും, കളിക്കുമ്പോഴാകും, ഭക്ഷിക്കുമ്പോഴാകും. എപ്പോഴാണ് വരിക എന്ന് നിങ്ങൾക്കറിയില്ല. വന്നാൽ നിങ്ങൾ സുരക്ഷിതരാകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ മനുഷ്യരെ എന്നാണ് അള്ളാഹുവിന്റെ ചോദ്യം. അതുകൊണ്ട് വഖുലികൽ ഇൻസാനു ദഈഫാ, നിന്റെ അടുക്കൽ ഒരുപാട് സംവിധാനം ഉണ്ടാകും. ഭൂമിയിലെ ചലനങ്ങളെക്കുറിച്ചറിയാൻ, വർഷവാദത്തെക്കുറിച്ചറിയാൻ, പലതും മുൻകൂട്ടി പ്രഡിക്റ്റ് ചെയ്യാൻ, പ്രവചിക്കാൻ നിനക്ക് സംവിധാനം ഉണ്ടാവും. പക്ഷേ അടിസ്ഥാനപരമായി നീ ഒരു കാര്യം മനസ്സിലാക്കണം മനുഷ്യ, വഖുലികൽ ഇൻസാനു ദഈഫാ, മനുഷ്യൻ അങ്ങേയറ്റം ദുർബലനായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഒന്നും ചെയ്യാൻ നിനക്ക് കഴിയില്ല. അഹങ്കാരം കൊണ്ട് നീ പറയാന്നല്ലാതെ, മുഷ്ടിയുടെ ചിഹ്നം വെച്ചുകൊണ്ടുള്ള വാട്സപ്പിലുള്ള ഇമോജികളിട്ട് നീ പറയും നാം അതിജീവിക്കും എന്ന് പറയും. പക്ഷെ എന്താ സഹോദരങ്ങളെ, പ്രളയം കഴിഞ്ഞപ്പോ കാണിച്ചു ആളുകൾ ഇതിട്ടിട്ട് നാം അതിജീവിക്കും. കോവിഡ് വന്നപ്പോഴോ, അത് കഴിഞ്ഞിട്ട് ഇത് വന്നപ്പോഴോ, ഓരോന്ന് വരുമ്പോഴും കരയാനല്ലാതെ, നിസ്സഹായനായി നോക്കി നിൽക്കാനല്ലാതെ ദുർബലനായ മനുഷ്യ നിനക്ക് കഴിയില്ല. അതുകൊണ്ട് ജീവിതത്തിന്റെ ദൗർബല്യം തിരിച്ചറിഞ്ഞ്, ഈ പ്രകൃതിയുടെ സംവിധാനം തിരിച്ചറിഞ്ഞ്, റബ്ബിന്റെ കഴിവും മഹത്വവും തിരിച്ചറിഞ്ഞ്, ജീവിതത്തിൽ നീ പാലിക്കേണ്ടുന്ന പാഠങ്ങൾ, ഉൾക്കൊള്ളേണ്ടുന്ന സന്ദേശങ്ങൾ, ഈ കാര്യങ്ങളിലൂടെ പഠിക്കാൻ, അറിയാൻ, ഉൾക്കൊള്ളാൻ നിനക്ക് സാധിക്കണമെന്നാണ് അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ നമ്മോട് പറയുന്നത്. പ്രതിവിധികളിൽ പ്രധാനം എന്താണ്? രക്ഷപ്പെടാനുള്ള, അള്ളാഹുവിന്റെ കോപം വരാതിരിക്കാനുള്ള, ശിക്ഷകൾ വരാതിരിക്കാനുള്ള പ്രതിവിധികളിൽ ഏറ്റവും പ്രധാനം എന്താണ്? മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വാക്ക് വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറഞ്ഞു, കാന ഫിൽ അർളി അമാനാനി മിൻ അദാബില്ലാഹ്, ഈ ഭൂമിയിൽ അള്ളാഹുവിന്റെ അദാബ് വരാതിരിക്കാൻ സഹായകമാകുന്ന രണ്ട് സുരക്ഷിതത്വങ്ങളുണ്ടായിരുന്നു ഈ ഭൂമിയിൽ. ഫറുഫിയ അഹദുഹുമാ ഫദൂനകുമുൽ ആഖർ,
ആ നിങ്ങൾക്കുണ്ടായിരുന്ന സുരക്ഷ നൽകിയിരുന്ന 2 കാര്യങ്ങളിൽ ഒന്ന് ഉയർത്തപ്പെട്ടു, രണ്ടാമത്തേതാ നിങ്ങളോട് വളരെ അടുത്തുണ്ട്. ഫതമസ്സകൂ ബിഹി, അതുകൊണ്ട് നിങ്ങളുടെ കൂടെ ബാക്കിയുള്ള ആ രണ്ടാമത്തെ നിങ്ങൾ മുറുകെ പിടിക്കണം. അദ്ദേഹം പറയാണ്, അമ്മൽ മർഫൂഉ ഫറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് പടച്ചവന്റെ കോപം വരാതെ നിങ്ങളെ സംരക്ഷിച്ചിരുന്ന ഒന്നാമത്തെ കാര്യം എന്താണ്? അത് അല്ലാഹുവിന്റെ റസൂൽ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നതാണ്. കാരണം സൂറത്ത് അൻഫാൽ 33-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, വമാ കാനല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം, നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടാകുമ്പോൾ റസൂലേ നാം അവരെ ശിക്ഷിക്കുകയില്ല. അല്ലാഹുവിന്റെ റസൂൽ ജീവിക്കുന്ന ഒരു സമൂഹത്തിലേക്ക് പടച്ച തമ്പുരാന്റെ ശിക്ഷ വരില്ല. അതാണ് ഒന്നാമത്തെ അമാൻ. രണ്ടാമത്തേത് ഏതാ? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒന്നാമത്തേത് കഴിഞ്ഞു, റസൂലുള്ളാഹിയുടെ വഫാത്തിലൂടെ കഴിഞ്ഞു, പക്ഷേ രണ്ടാമത്തെ നിങ്ങളുടെ കൂടെയുണ്ട്. രണ്ടാമത്തേത് ഏതാണ്? വ അമ്മൽ ബാഖി മിൻഹുമാ അൽ ഇസ്തിഗ്ഫാർ, നിങ്ങളുടെ കൂടെ ബാക്കിയുള്ളത് ഏതാ? ഇസ്തിഗ്ഫാർ, സുരക്ഷിതത്വം നിങ്ങൾക്ക് നൽകുന്ന രണ്ടാമത്തെ കാര്യം. കാരണം സൂറത്ത് അൻഫാലിലെ 33-ാമത്തെ ഈ ആയത്തിന്റെ അവസാനത്തിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, റസൂൽ ജീവിച്ചിരിക്കുന്ന സമൂഹത്തിൽ ശിക്ഷ വരില്ല എന്ന് പറഞ്ഞതിന്റെ കൂടെ വമാ കാനല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ, അവർ പാപമോചന പ്രാർത്ഥന നടത്തിക്കൊണ്ടേയിരിക്കുന്ന സമയം നാം അവരെ ശിക്ഷിക്കുകയില്ല എന്ന്. പ്രാർത്ഥനയാണ് പരിഹാരം, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കലാണ് പരിഹാരം. പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് റബ്ബേ, ഒരുപാട് അറിഞ്ഞും അറിയാതെയും തിന്മകൾ സംഭവിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് ദുരന്തങ്ങളിൽ നിന്ന് കാക്കണമേ, ദുർബലനാണ് ഞാൻ, നിസ്സഹായനാണ് ഞാൻ, എന്റെ തിന്മകൾ കാരണം നീ എന്നെ ശിക്ഷിക്കരുതേ എന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കലാണ് ഈ സന്ദർഭത്തിൽ ഏറ്റവും പ്രധാനമായി വിശ്വാസിയിൽ ഉണ്ടാകേണ്ടുന്ന ഗുണം. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഫുർഖാൻ അവസാനത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുന്നു, മനുഷ്യനെ അല്ലാഹു പരിഗണിക്കാനുള്ള മാനദണ്ഡം എന്താ? നീ ജനിച്ച തറവാടല്ല, നിന്റെ ബാങ്ക് ബാലൻസ് അല്ല, സമൂഹത്തിലെ നിന്റെ സ്ഥാനമാനങ്ങളല്ല. പിന്നെ ഖുൽ മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും, പറയുക പ്രവാചകരെ, നിങ്ങളുടെ ദുആ ഇല്ലായിരുന്നെങ്കിൽ എന്റെ റബ്ബ് നിങ്ങളെ പരിഗണിക്കുമായിരുന്നില്ല. നിസ്സാരനായ ദുർബലനായ മനുഷ്യനെ പരിഗണിക്കേണ്ടുന്ന യാതൊരാവശ്യവും മലിക്കുൽ മുലൂക്കായ റബ്ബിനില്ല. റബ്ബ് മനുഷ്യനെ പരിഗണിക്കാനുള്ള ഏക മാനദണ്ഡം മനുഷ്യന്റെ മനസ്സിൽ നിന്നുയരുന്ന, റബ്ബിനെ അറിഞ്ഞുകൊണ്ട് തന്റെ നിസ്സഹായത മനസ്സിലാക്കി റബ്ബിന്റെ നേരെ ഉയരുന്ന ദുആയാണ്, പാപമോചന പ്രാർത്ഥനയാണ്. അതോടൊപ്പം ക്ഷമ അവലംബിക്കാൻ സാധിക്കുക എന്നത്. ജീവിതത്തിൽ ഓരോ പരീക്ഷണം വരുമ്പോ എന്ത് റബ്ബ്, പടച്ചോൻ ഇത്ര ക്രൂരനോ എന്ന ചോദ്യം സത്യവിശ്വാസിയുടെ മനസ്സിന്ന് വരില്ല. ഭൗതിക ലോകം അത് ഒഴുകുന്ന വെള്ളത്തിന്റെ ഉപരിതലത്തിലുള്ള കുമിള പോലെയാണ്, നിസ്സാരമായ ആയുസ്സുള്ളതാ, എപ്പോഴും പൊട്ടിത്തകർന്നു പോകാവുന്നതാണ്. ആത്യന്തികമായ നിലനിൽക്കുന്ന ലോകം അത് പരലോകമാണ്, അതിലേക്കുള്ള യാത്രക്കിടയിൽ ഒരു ഇടത്താവളം മാത്രമാണ്. അതുകൊണ്ട് മരണത്തിന്റെ ഓരോ ഘട്ടം വിശ്വാസത്തോടുകൂടിയുള്ള ഒരു മരണമാണെങ്കിൽ അതിൽ പല കാര്യങ്ങളും ഷഹീദിന്റെ കൂലി ലഭിക്കുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ അനുഭവങ്ങളിൽ ഓരോന്നിനെയും അള്ളാഹുവിന്റെ പരീക്ഷണമായി മനസ്സിലാക്കി ക്ഷമിക്കാനുള്ള കഴിവ്. സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞിടത്തൊക്കെ, അള്ളാഹുവിന്റെ സഹായത്തെക്കുറിച്ച് പറഞ്ഞിടത്തൊക്കെ അള്ളാഹു ഉപയോഗിച്ചൊരു വാക്കാണ് ക്ഷമ എന്നത്. ഇന്നല്ലാഹ മഅസ്സാബിരീൻ വബശ്ശിരിസ് സ്വാബിരീൻ ജസാഅൻ ബിമാ സ്വബറു എന്നൊക്കെ വിശുദ്ധ ഖുർആനിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നമുക്ക് കാണാം. അള്ളാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയാണ്, ക്ഷമിക്കുന്നവരെ സന്തോഷ വാർത്ത അറിയിക്കുക. സ്വർഗത്തിലെ പ്രതിഫലം അവർക്ക് കിട്ടാൻ കാരണം ജീവിതത്തിൽ അവർ മുറുകെ പിടിച്ച ക്ഷമയാണ് എന്നുള്ളത്. സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുക. ഓരോ പരീക്ഷണത്തിൽ ക്ഷമിക്കുമ്പോഴും 10 മടങ്ങ് പ്രതിഫലം പരലോകത്ത് കാരുണ്യവാനായ റബ്ബ് എനിക്ക് തരുമെന്നുള്ള അള്ളാഹുവിനെ കുറിച്ചുള്ള ഉന്നതമായ ഉത്തമമായ ചിന്ത മനസ്സിൽ വെച്ചു പുലർത്തിക്കൊണ്ടുള്ള സഹനം, അത് കൂടുതൽ പ്രതിഫലത്തിന് നമ്മെ അർഹരാക്കി തീർക്കും. അതോടൊപ്പം വിവേകികളായി തീരുക എന്നതാണ്. വിവേകത്തെ കൈവിട്ടു പോകാതിരിക്കുക. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇന്ന് നമുക്ക് കാണാം, ഇത്രയേറെ വലിയ ദുരന്തം കൺമുമ്പിൽ വന്നു പതിച്ചപ്പോഴും കുത്തുവാക്കുകൾ ഉപയോഗിക്കുന്ന ആളുകൾ, സാമൂഹ്യ മാധ്യമങ്ങളിലെ കമന്റ് ബോക്സുകളിൽ കയറി വൃത്തികെട്ട കാര്യങ്ങൾ എഴുതി വെക്കുന്ന ആളുകൾ, ഏത് കാര്യത്തിലും വർഗീയത കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ, അത് മനസ്സിന്റെ വൃത്തികെട്ട പ്രതികരണത്തിന്റെ ഭാഗമാണ്. വിവേകികളാകണം സത്യവിശ്വാസികൾ. ഇത്തരം ഘട്ടങ്ങളിലെല്ലാം പരസ്പരം സ്നേഹിക്കാനും ചേർന്ന് നിൽക്കാനും സാധിക്കണം. ഒരു സഹോദരന്റെ ദുഃഖമകറ്റിയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ്, നീ ഒരു സഹോദരന്റെ പ്രയാസം നീക്കാൻ വേണ്ടി പരിശ്രമിച്ചാൽ തീർച്ചയായും
തീർച്ചയായും അള്ളാഹു നിന്നെ സഹായിച്ചുകൊണ്ടേയിരിക്കുമെന്നുള്ളതാണ്. അത് ഏത് മതവിശ്വാസിയാകട്ടെ, ഏത് ആദർശക്കാരനാകട്ടെ, അവൻ പ്രയാസത്തിലാകുമ്പോൾ ആ ദുരിതത്തിൽ സഹായിക്കുക, ആ ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള സഹായങ്ങൾ നൽകുക എന്നത് വിശുദ്ധ ഖുർആൻ സൂറത്തു മാഇദ 2-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുന്നു. വതആവനു അലൽ ബിർരി വത്തഖ്വാ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. നന്മയിലും ഭക്തിയിലും നിങ്ങൾ പരസ്പരം സഹായിക്കണം. നിങ്ങൾ ഒരിക്കലും തന്നെ പാപങ്ങളിലും ശത്രുതയുടെയും കാര്യത്തിലും പരസ്പര സഹായികളായിത്തീരരുത്. നന്മയുടെ കാര്യത്തിൽ പരസ്പരം സഹായിച്ച് പ്രയാസപ്പെടുത്തുന്നവന്റെ കണ്ണീരൊപ്പുന്ന കാര്യത്തിൽ സാധ്യമാകുന്നത് പരമാവധി ചെയ്യുക എന്നതാണ്. വയനാടിന്റെ മലമടക്കിൽ സ്വന്തം വീട് നഷ്ടപ്പെട്ട, കുടുംബം നഷ്ടപ്പെട്ട, അതുല്യമായ വാക്കുകൊണ്ട് വർണ്ണിക്കാൻ സാധിക്കാത്ത പ്രയാസങ്ങൾക്ക് വിധേയരായ ആളുകളെ സഹായിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ഇൻഷാ അല്ലാഹ് കഴിവിന്റെ പരമാവധി നമ്മൾ ഓരോരുത്തരും ചെയ്യണം. പ്രാർത്ഥനയുണ്ടാകണം. നമസ്കാരം കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ ഇവിടെ ഒരു കലക്ഷൻ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്, സാമ്പത്തിക സമാഹരണം നടത്താൻ. അതുപോലെ തന്നെ കയ്യിലില്ലാത്ത ആളുകൾക്ക് QR കോഡ് അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ കഴിവിന്റെ പരമാവധി തന്റെ സഹോദരനെ സഹായിച്ചുകൊണ്ടേയിരിക്കുന്നിടത്തോളം സന്ദർഭം അല്ലാഹു അവന്റെ സഹായത്തിൽ ഉണ്ടാകുമെന്നത് പടച്ചതമ്പുരാൻ വാഗ്ദാനം ചെയ്തതാണ്. സഹായിക്കാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടുന്നത്. അതോടൊപ്പം അത്തരം ദുർഗതികൾ വരാതെ, പ്രയാസങ്ങൾ വരാതെ കാത്തു രക്ഷിക്കാനുള്ള അപകടങ്ങളിൽ നിന്ന് തടുക്കുന്നതാണ് സ്വതക്ക. നമുക്കറിയാം. ആ നിയ്യത്തോടുകൂടി കഴിവിന്റെ പരമാവധി അതിലേക്ക് സഹായം നൽകാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യുക. ദുരിതങ്ങളിൽ അകപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുക. റഹ്മാനായ നാഥൻ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമ്മെയും നമ്മുടെ സഹോദരങ്ങളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. താങ്ങാനാവാത്ത പരീക്ഷണങ്ങൾ നൽകാതെ അള്ളാഹു നമുക്ക് കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. സ്വല്ലല്ലാഹു അലൻ നബിയ്യി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് അവന് വഴിപ്പെട്ട് അവൻ്റെ കൽപ്പനകളും നിരോധനങ്ങളും ശ്രദ്ധിച്ചു തഖ്വയോടുകൂടി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് സ്വന്തത്തെയും നിങ്ങളെയും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പരീക്ഷണങ്ങൾ വരുമ്പോൾ മനുഷ്യർ സ്വീകരിക്കേണ്ടുന്ന സമീപനം വിശുദ്ധ ഖുർആൻ സൂറത്തു അൻആമിലെ 43-44 ആയത്തുകളിലൂടെ നമുക്ക് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. ഫലൗലാ ഇദ് ജാഅഹും ബഅ്സുനാ തളറഉ. നമ്മുടെ ശിക്ഷകൾ വരുമ്പോൾ അവർ വിനയം കാണിച്ചിരുന്നെങ്കിൽ എന്നാണ് അള്ളാഹു പറയുന്നത്. പടച്ചവന്റെ മുമ്പിൽ അങ്ങേയറ്റം എളിമയും താഴ്മയും കാണിക്കാൻ പരീക്ഷണങ്ങൾ മനുഷ്യരെ പ്രേരിപ്പിക്കണം. പക്ഷേ വലാകിൻ ഖസത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയി. എത്ര വന്നാലും പഠിക്കുന്നില്ല. എളുപ്പങ്ങ് മറന്നുപോകും. ഒന്ന് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞതൊക്കെ മറന്നുപോകും. പിന്നെ 4 ദിവസത്തെ 5 ദിവസത്തെ കല്യാണവും ആഘോഷവും ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കലും അതിൻ്റെ പേരുള്ള ആഘോഷങ്ങളും പലിശയും വ്യഭിചാരവും തിന്മയും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആ ജീവിതത്തിൻ്റെ വൃത്തികെട്ട ഒരു കാര്യത്തിൽ ഒരു മാറ്റവും ഇല്ലാതെ അതേ അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു പോകും. ഖസത് ഖുലൂബുഹും അള്ളാഹു ഉപയോഗിച്ച വാക്കാണ്. അവരുടെ ഹൃദയം കടുത്തുപോകും. വസയ്യന ലഹുമു ശൈത്താനു മാ കാനൂ യഅമലൂൻ. അവരെന്തൊക്കെയാണോ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് അതൊക്കെ പിശാച് അവർക്ക് ഭംഗിയാക്കി കാണിച്ചു കൊടുക്കുകയും ചെയ്യും. എളുപ്പമൊക്കെ മറന്ന് ഹൃദയം കടുത്ത് പിശാച് എല്ലാം ഭംഗിയാക്കി കാണിച്ചു കൊടുത്തുകൊണ്ട് അതേ തിന്മയിലേക്ക് തന്നെ മനുഷ്യൻ തിരിച്ചു പോവുകയും ചെയ്യും. ഇത് മനുഷ്യന്റെ ഒരു സ്വഭാവമായിട്ട് വിശുദ്ധ ഖുർആനിൽ സൂറത്തു അൻആമിൽ അള്ളാഹു പഠിപ്പിച്ചു തരികയാണ്. ഈ വിഭാഗത്തിൽ നാം പെടാൻ പാടില്ല. മനസ്സ് കടുത്തുപോയി കഴിഞ്ഞാൽ അവിടേക്ക് ഈമാനിന്റെ വെളിച്ചം കടക്കാൻ പ്രയാസമാണ്. അതിനെ തൗഹീദ് കൊണ്ട്, അള്ളാഹുവിലുള്ള തഖ്വ കൊണ്ട്, റസൂലിന്റെ സത്യസന്ദേശത്തിലുള്ള അനുസരണം കൊണ്ട് നന്നാക്കാൻ, പരിശുദ്ധമാക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അതോടൊപ്പം ഇത്തരം ദൃഷ്ടാന്തങ്ങൾ വരുമ്പോൾ സത്യവിശ്വാസികൾ മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു പ്രധാന കാര്യം, ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ സുദീർഘമായൊരു പ്രസംഗത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിരുന്നിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, ലാ തഖൂമു സ്സാഅ,
അന്ത്യനാള് സംഭവിക്കുകയില്ല, ഇന്നിന്ന കാര്യങ്ങൾ സംഭവിച്ചിട്ടല്ല. അതിൽ ചില കാര്യങ്ങൾ എണ്ണിപ്പറഞ്ഞു ഈ ഹദീസിൽ കാണാം. ഹത്താ യുഖ്ബദൽ ഇൽം, ഒന്ന് വിജ്ഞാനം ഉയർത്തപ്പെടുക, അറിവ് ഉയർത്തപ്പെടുക. അറിവുള്ള ആളുകളൊക്കെ മരിച്ചു പോവുക എന്നതാണ് മുഹദ്ദിസുകൾ അതിന് നൽകിയ വിശദീകരണം. എന്നിട്ട് റസൂൽ അത് ആ കാര്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു. ജാഹിലുകളായ ആളുകൾ വരികയും ആളുകൾക്ക് ഫത്വ നൽകുകയും ചെയ്യും, സ്വയം അവർ പിഴക്കും, മറ്റുള്ളവരെ പിഴപ്പിക്കുകയും ചെയ്യും. അങ്ങനെ ഇൽമ് ഉയർത്തപ്പെടുന്ന ഒരവസ്ഥ വരും. 2, വതക്സുറ സലാസിൽ, ഭൂകമ്പങ്ങൾ അധികരിക്കും, ഭൂമി കുലുക്കങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അത് അന്ത്യനാളിന്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ്. തുടർന്ന് വീണ്ടും പറഞ്ഞു വയതഖാറബുസ്സമാൻ, കാലം അടുത്തതായി തോന്നും. എപ്പോഴും നമ്മൾ പറയൂ റമദാൻ കഴിഞ്ഞിട്ട് ഇത്രയായല്ലോ, ഞാൻ LP സ്കൂളിൽ പഠിച്ച കാലം എത്ര അടുത്തായിരുന്നു എന്നൊക്കെ ഓരോ സന്ദർഭത്തിൽ, ബാപ്പ മരിച്ചിട്ട് 10 കൊല്ലമായി, ഇന്നലെയാണ് എന്നതുപോലെ തോന്നുന്നൊക്കെ ജീവിതത്തിന്റെ ഓരോ സമയത്തും നമ്മൾ പറയും. യതഖാറബുസ്സമാൻ, കാലം അടുത്തതായി തോന്നും. വതദ്ഹറൽ ഫിതൻ, കുഴപ്പങ്ങൾ വ്യാപിച്ചുകൊണ്ടേയിരിക്കും, അക്രമവും ഫിത്തനകളും നാട്ടിൽ ഇങ്ങനെ വ്യാപിക്കും. വീണ്ടും റസൂൽ പറഞ്ഞു വയക്സുറൽ ഹർജ്, ഹർജ് അധികരിക്കും. സഹാബത്ത് ചോദിച്ചു എന്താ ഹർജ്? റസൂൽ വിശദീകരിച്ചു വഹുവൽ ഖത്ലു, അൽ ഖത്ൽ ആവർത്തിച്ചു പറഞ്ഞു, ആംഗ്യം കാണിച്ചിട്ട്. മറ്റൊരു റിവായത്തിൽ കാണാം എന്തിന് ഞാൻ അവനെ കൊന്നു എന്ന് കൊന്നവന് അറിവുണ്ടാവില്ല, അത്ര നിസ്സാരമായ കാര്യത്തിന്റെ പേരിൽ കൊലപാതകം ലോകത്ത് നടക്കും. വീണ്ടും അവിടുന്ന് വിശദീകരിച്ചു ഹത്താ യക്സുറ ഫീകുമുൽ മാൽ ഫയഫീൽ, നിങ്ങൾക്കിടയിൽ സമ്പത്ത് അധികരിക്കും, അതിങ്ങനെ ഒഴുകും, പണം ഇഷ്ടം പോലെ ഉണ്ടാകും, അടിച്ചു പൊളിക്കും. അതുകൊണ്ട് ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ പണം ദൂർത്തടിക്കുന്ന സ്വഭാവം മനുഷ്യനിൽ വരും. അങ്ങനെയാണല്ലോ, നമ്മൾ ആലോചിച്ച് നോക്കൂ, കുറ്റം പറയല്ല. ടൂർ എന്നതൊരു സംസ്കാരമായി മാറിയിരിക്കുകയാണ്. രാവിലെയൊക്കെ NH കുന്നമംഗലം താമരശ്ശേരി ആ ഭാഗത്തൊക്കെ പോയി കാണാൻ നിരയായിട്ടാണ് 4 മണിക്ക് ശേഷം വണ്ടികൾ പോവുക. കാരണം വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ വ്യാപകമായപ്പോൾ ഓരോന്നിന്റെ പേരിൽ മനുഷ്യൻ ടൂറിലാണ്, ആഘോഷങ്ങളിലാണ്. അതൊരു സാമൂഹികമായ രീതിയായി, അതൊന്നും വേണ്ടെന്നല്ല പറയുന്നത്. പക്ഷേ അടിച്ചു പൊളിക്കാൻ ഏതൊക്കെ അവസരം കിട്ടുമോ അതിന് മനുഷ്യൻ മത്സരിച്ചുകൊണ്ടിരിക്കുക. അക്കാര്യം പറയുമ്പോൾ ആളുകളുടെ കയ്യിൽ ഇഷ്ടംപോലെ കാശുണ്ടാവും, ഒരു കുഴപ്പമുണ്ടാവും. അതാണ് ഇന്ന് ലോകത്തിന്റെ അവസ്ഥ. അതുകൊണ്ട് പണം ഇഷ്ടം പോലെ ഉണ്ടാകും, പണം അങ്ങനെ ഒഴുകും, മനുഷ്യൻ സുഖാസ്വാദനങ്ങളിലാകും, തിന്മ വ്യാപിക്കും, എല്ലാവിധത്തിലുള്ള ഫിത്നകൾ വർദ്ധിക്കും, മനുഷ്യർക്കിടയിൽ കൊലപാതകം കൂടും, ഭൂകമ്പങ്ങൾ അധികരിക്കും, അറിവ് ഉയർത്തപ്പെടുന്ന അജ്ഞതയിൽ മനുഷ്യർ ജീവിക്കുന്ന ഒരവസ്ഥ വരും. അവിടെയാണ് ഖിയാമത്ത് സംഭവിക്കുക, കാഹളത്തിലൂത്ത് സംഭവിക്കുക. അതുകൊണ്ട് ഈ ഓരോ ദൃഷ്ടാന്തം വരുമ്പോൾ ഭയപ്പാടോടുകൂടി അതിനെ നോക്കിക്കാണാനും അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന, മഗ്ഫിറത്തിന്റെ ദുആകൾ അധികരിപ്പിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. കൂടെ ഇതിലൂടെ പഠിക്കേണ്ടുന്ന പാഠങ്ങൾ സഹോദരങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഇവിടെയൊക്കെ പടച്ചോനെ കുറ്റം പറയുന്ന, അള്ളാഹുവിന്റെ കാരുണ്യത്തെ നിഷേധിക്കുന്ന ആളുകൾ രംഗത്ത് വരുമ്പോൾ എന്താണ് റബ്ബ്, എന്താണ് ജീവിതത്തിന്റെ ലക്ഷ്യം, എന്താണ് ജീവിതത്തിന്റെ അർത്ഥം, അതൊക്കെ ലഭ്യമാകുന്ന സംവിധാനങ്ങൾ ഉപയോഗിച്ച് ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതും നമ്മുടെ ബാധ്യതയിൽപ്പെട്ടതാണ്. ഓരോ ദൃഷ്ടാന്തവും ജീവിതത്തിൽ ഗൗരവതരമായ ആലോചനക്കുള്ള പാഠങ്ങൾ നൽകുന്ന അനുഭവങ്ങളാക്കി നമ്മൾ മാറ്റുക. കൂടുതൽ വിനയാന്യതരാവുക, അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക, പ്രഭാത പ്രദോഷങ്ങളിലുള്ള ദുആകൾ അധികരിപ്പിക്കുക, ഹറാമുകൾ ജീവിതത്തിൽ വരാതെ കാത്തുസൂക്ഷിക്കുക, നമ്മെയും നമ്മുടെ കുടുംബത്തെയും പൂർണ്ണമായി അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നവരാക്കി മാറ്റുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളുമായി നാം മുന്നോട്ട് നീങ്ങുക. എല്ലാ നിലക്കുമുള്ള സൂക്ഷ്മത ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ ഈ അനുഭവങ്ങൾ നമുക്ക് സഹായകമായി തീരട്ടെ. റഹ്മാനായ നാഥ, നിന്റെ കോപത്തിൽ നിന്ന്, കടുത്ത പരീക്ഷണങ്ങളിൽ നിന്ന് നീ ഞങ്ങളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാളിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ ലാ തഖ്തുൽനാ ബിഗളബിക വലാ തുഹ്ലിക്നാ ബിഅദാബിക. اللهم لا تقتلنا بغضبك ولا تهلكنا بعذابك. اللهم لا تقتلنا بغضبك ولا تهلكنا بعذابك. اللهم لا تدع ذنبا إلا غفرته ولا مرضا إلا شفيته ولا هما إلا فرجته ولا دينا إلا قضيته ولا حاجة من حوائج الدنيا والآخرة إلا قضيتها ويسرتها يا أرحم الراحمين.
اللهم اجعل القرآن ربيع قلوبنا يا رب العالمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين. وصلى الله على النبي وعلى آله وصحبه أجمعين والحمد لله رب العالمين.